മെസ്സിക്കുട്ട എന്തായാലും ജയിച്ചിരിക്കണം. ഓലെ മുമ്പിൽ എനിക്ക് തല ഉയർത്തി നടക്കണം. എന്താ വാപ്പ നിങ്ങൾ മനഃപൂർവ്വം കളിയാക്കാണല്ലോ. ഞാനെന്താ മനപ്പ എന്നെ കളിയാക്കിയത്? നിങ്ങൾക്ക് അറിയില്ലേ ഇത് ഓലെ കുപ്പായല്ലേ? എനിക്കത് അലർജി ഞങ്ങൾക്ക് അറിയില്ലേ? അതാണോ? എനിക്ക് പണിക്ക് പോയിക്കൂടെ ചങ്ങ ഈ ഫോട്ടോ പിടിച്ച് നിൽക്കാതെ? ഞാൻ പണിക്ക് പോവേ ഈ കളി നടന്നുകൊണ്ടിരിക്കുമ്പോ റബ്ബേ ബാപ്പ പിരാന്തായോ? എന്റെ മെസ്സിക്കുട്ടാ ജേ ബാപ്പ പറഞ്ഞൊന്നും ജി കാര്യാക്കണ്ട. അനക്ക് വേണ്ടി ഞാൻ പള്ളിയിൽ നേർച്ച നിൽക്കുന്നു. നമ്മളെ കൃഷ്ണൻകുട്ടിനോട് അമ്പലത്തിലെ മുഴുവൻ വഴിപാടും ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ജി ഒന്നുകൊണ്ടും ബേജാറണ്ട. പിന്നുണ്ടല്ലോ നമ്മളാ സ്പെയിൻ്റെ ആ ചെറിയ ചെക്കനല്ലേ ഏത് ആ ജമാലെ ഓനെ ഫൗളർ ചെയ്തോളണ്ടേ. എന്നാലും വേണ്ടില്ല നമ്മക്ക് ജയിക്കണം. ഫൗളിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക്, എനിക്കറിയാലോ. പിന്നെ എന്നോട് കാര്യമായിട്ടൊരു കാര്യം പറയാ. പെനാൽറ്റി വന്നാല് ഇജ്ജ് ഗോൾ അടിച്ചരുത്, അത് മറ്റോല അടിച്ചോളൂ. ഇജ്ജ് അടിച്ചാല് പോസ്റ്റ് അല്പം മാറ്റി കുത്തേണ്ടി വരും. കുഞ്ഞുമേലേട്ടാ നാളെ നമ്മൾ ജയിക്കൂലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ഏതൊരു പുതിയ തെരഞ്ഞെടുപ്പ് ഞാൻ അറിഞ്ഞില്ലല്ലേ. നിങ്ങൾ എന്താ മനസ്സിനെ കോയാക്കുക? ഞാൻ പറഞ്ഞ നമ്മളെ പന്തലിനെ പറ്റിയാ. ഒരുത്തണ്ടല്ലോ എന്താ മെയ്സിയോ, ഓൻ തോൽക്കന്നാണോ? ഓൻ ഫൗളാ. നിങ്ങൾ നെഞ്ചു കുത്തുന്ന വർത്താൻ പറയില്ല കുഞ്ഞുമേലേട്ടാ. എന്റെ മുത്താണ് മെസ്സി. അല്ല മനാഫേ, എനിക്ക് പണിക്ക് പോയിക്കൂടെ? എനിക്ക് 2 കുട്ടികളില്ല പോറ്റാൻ. ഇജ്ജി പന്തളി പറഞ്ഞ് ഇങ്ങനെ നടക്കണ്. ഇവനെ പോലത്തെ കുറേ എണ്ണം ഉണ്ട്. ഒരു പണിക്കും പോകാതെ ആ മതിൽമ കുത്തിരിക്കുന്നത്. മെയ്സി ജയിച്ചാല് മെയ്സി കാര്യമുണ്ട്. ഇജ്ജി പണിക്ക് പോകാൽ എൻ്റെ കുട്ടികാരാ നോക്കുക. ഞാൻ പറഞ്ഞ് തോറ്റു കുഞ്ഞാട്ടാ. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കി. എല്ലാം ഉണങ്ങണ എണ്ണക്ക് ഈ കുറിഞ്ചാത്തന് ഉണങ്ങണ എന്തിനാന്ന് മനസ്സിലായില്ല. കുറിഞ്ചാത്തനോ?